ശംശയിക്കട്ടെ. നമ്മൾ ഇന്ന് ഈ ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പരമ്പരയുടെ 61-ാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് 2-ാമത്തെ വാല്യത്തിലെ പറയുകയാണെങ്കിൽ 1-ാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് ഈശോയുടെ ആ നസ്രത്തിൽ നിന്നുള്ള പരസ്യ ജീവിതത്തിൻ്റെ തുടക്കമായ യാത്രയെക്കുറിച്ചാണ്. ആ യാത്ര മാനുഷികമായ തലത്തിൽ ഒത്തിരി ദുഃഖങ്ങൾ സമ്മാനിക്കുന്ന ഒരു യാത്രയാണ്. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ദുഃഖത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ 4-ാമത്തെ ദുഃഖമെന്നാണ് പറയുന്നത്. ദേവാലയത്തിൽ ആദ്യജാതനെ സമർപ്പിച്ചപ്പോൾ സിമിയോനൊക്കെ പറയുന്ന ആ വാക്കുകൾ, അപ്പോഴുള്ള ദുഃഖം, പിന്നെ ഹെറോദിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ഉണ്ണിയെയും കൊണ്ട് ഈജിപ്തിലേക്കുള്ള പലായനത്തിൻ്റെ സമയത്തുള്ള ദുഃഖം, 3-ാമത് യോസേപ്പിൻ്റെ മരണത്തിൻ്റെ സമയത്തുള്ള ദുഃഖം, 4-ാമത് ഒരമ്മയായി ഈശോയുടെ വേർപാടിൽ ഈശോ അപരസ്യ ജീവിതത്തിലേക്ക് ഒരുപക്ഷെ ഒരന്ധകാരത്തിലേക്ക് പ്രകാശം കൊടുക്കുവാൻ വേണ്ടിയുള്ള പ്രതിസന്ധി നിറഞ്ഞ ഒരു യാത്രയുടെ തുടക്കം. അമ്മയ്ക്ക് വേദനയുണ്ട്. കാരണം അമ്മയ്ക്കറിയാം ലോകം ഈശോയെ സ്വീകരിക്കണമെന്നില്ല, ഈശോയെ വേണ്ട പോലെ അംഗീകരിക്കണമെന്നില്ല. അതുപോലെ തന്നെ അവരുടെ അടുത്തുള്ള ബന്ധുക്കളും അവർക്ക് പരിശുദ്ധ കന്യാമറിയത്തെക്കുറിച്ചും ഈശോയെക്കുറിച്ചും നല്ല ബന്ധമില്ല. കാരണം അവർക്ക് ദൈവികമായിട്ടുള്ള ആ കാഴ്ചപ്പാട് അവർക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് മാനുഷികമായി മാത്രം അവർ വിലയിരുത്തുമ്പോൾ ഒരു മകനെ വേണ്ട പോലെ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരമ്മ, മകന് ലോകത്തിൻ്റേതായിട്ടുള്ള ഒന്നും വേണ്ട എന്നുള്ള മനോഭാവം, നല്ല വിവാഹങ്ങളും ഒക്കെ വരുമ്പോൾ അതിനെയെല്ലാം തരണം ചെയ്യുന്ന ഈശോയുടെ മനോഭാവം. അപ്പോൾ ഇതെല്ലാം ബന്ധുക്കളിൽ നിന്നും അകറ്റി നിർത്തുമ്പോൾ പരിശുദ്ധ അമ്മയുമായിട്ടുള്ള ആ വേർപാട് അതീവ ദുഃഖം നിറഞ്ഞതാണ്. കാരണം ആശ്രയിക്കാൻ മറ്റാരുമില്ലാത്ത അവസ്ഥ. ഈശോ ആ യാത്ര തുടരുകയാണ്. ഒരു സായാഹ്നം ആ സമയത്ത് ഈശോ കയ്യിലൊരു തോൾസഞ്ചി മാത്രവുമായി ആ യാത്ര അനിശ്ചിതാവസ്ഥയിലേക്ക് ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ. പക്ഷേ ആ യാത്രയ്ക്ക് ഈശോയ്ക്ക് ഒരു ദൗത്യമുണ്ട്. പിതാവായ ദൈവത്തിൻ്റെ ആ പദ്ധതി തൻ്റെ ജീവിതത്തിൽ കൂടി ബലിയാടായി ആ കൽവരിയിൽ വരെ എത്തുന്ന ആ ഒരു ചുവടുവയ്പ്. ഈ സമയം നസ്രത്തിലെ പരിശുദ്ധ കന്യാമറിയത്തിന് ഒരമ്മയായി വലിയ ദുഃഖമാണ്, വലിയ പ്രയാസമാണ്. ആ സമയത്ത് ഈശോ ശക്തി നൽകുവാൻ വേണ്ടി സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ആദ്യമായിട്ട് ചൊല്ലുകയാണ്. പരിശുദ്ധ മറിയത്തോട് ചേർന്ന് പരിശുദ്ധ മറിയം ആ സമയത്ത് മുട്ടുകുത്തി നിൽക്കുന്നു. ഈശോ കൈവിരിച്ച് പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന എല്ലാം അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള നെടുവീർപ്പുകൾ പോലെയാണ്. അതിലവർ വ്യക്തവും സ്പഷ്ടവും വേർതിരിച്ചതുമായ ചില ഭാഗങ്ങൾ, അവിടുത്തെ രാജ്യം വരണമേ, ആ സ്വർഗരാജ്യം ഭൂമിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി അതിന് അവർ ഊന്നൽ നൽകുന്നുണ്ട്. അതുപോലെ അവിടുത്തെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ കൂടി പൂർത്തിയാകണമേ, അതിനുള്ള ബലി. രണ്ടുപേരും വലിയ ആത്മാക്കളായിട്ട് മാറുകയാണ്. അപ്പോൾ ഇതാണ് ആ നസ്രത്തിൽ നിന്നുള്ള ആ യാത്രയുടെ തുടക്കത്തിൽ ഒന്നുമില്ലാതെയുള്ള
ആ ഒരു യാത്ര, ലോകത്തിൻ്റെ രീതിയിൽ യാതൊരു മൂലധനവും ഇല്ലാതെ ഉള്ളൊരു യാത്ര. ഈശോ അതിനെ തുലനം ചെയ്യുന്നത് ഒരു സന്യാസ ജീവിതത്തിൻ്റെ വെളിച്ചത്തിൽ, കാഴ്ചപ്പാടിൽ സന്യാസ ജീവിതവും ഇതുപോലെ ഒരു മരുഭൂമി അനുഭവമാണ്. ആ മുൻഗാമികളായിട്ടുള്ള പൂർവികരുടെ ആ ജീവിതാനുഭവം, അവർ വാഗ്ദത്ത ദേശത്തേക്ക് പോകുന്നത് ആ മരുഭൂമി അനുഭവത്തിൽ കൂടിയാണ്. ഈ മരുഭൂമി അനുഭവം സന്യാസ ജീവിതത്തിലുമുണ്ട്. അതിന് ശക്തി നൽകുന്നത് ഈശോയുടെ തിരുരക്തവും പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ കണ്ണുനീരുമാണ്. ഇത് രണ്ടുമാണ് എല്ലാ ആത്മാക്കളെയും നേടിയെടുക്കുവാൻ ഒരു സന്യാസ ജീവിതത്തിൻ്റെ ആ കാഴ്ചപ്പാട്. ഈ സന്യാസ ജീവിതം മരുഭൂമി എന്ന് പറയുന്നതിന് കാരണം, ഈ മരുഭൂമി അനുഭവത്തിൽ എല്ലാ ബന്ധങ്ങളും അതിസ്വാഭാവിക തലത്തിലേക്ക്, ആ ആത്മീയ തലത്തിലേക്ക് ഉയരപ്പെടുകയാണ്. അപ്പോൾ ബന്ധങ്ങൾ നഷ്ടപ്പെടുകയല്ല, ബന്ധങ്ങൾ കൂടുതൽ കൂടുതൽ തീക്ഷ്ണതയാകുകയാണ്. പക്ഷെ ലോകത്തിൻ്റെ രീതിയിൽ ആ നിസ്സംഗത ബന്ധങ്ങൾ നഷ്ടപ്പെടുന്ന ഒരു അനുഭവമായിട്ട്, അത് അധികാരികളോടായിക്കോട്ടെ, കുടുംബക്കാരോടായിക്കോട്ടെ, താഴെയുള്ളവരോടായിക്കോട്ടെ, സഹോദരങ്ങളോടും എല്ലാവരോടും ആ ബന്ധത്തിന് ഒരാത്മീയ തലം, അതിസ്വാഭാവിക തലം, ആ പ്രകൃതിക്ക് അതീതമായ ഒരു തലത്തിലേക്ക് വരികയാണ്. അതുപോലെ ലോകത്തിനും അങ്ങനെയുള്ളവർ ഒരു മരുഭൂമിയാണ്. കാരണം അവരിൽ നിന്ന് ലോകത്തിൻ്റേതായിട്ടുള്ള ഒന്നും പ്രതീക്ഷിക്കേണ്ട, അവരുടെ തലങ്ങളെല്ലാം വേറെയാണ്. അവരുമായിട്ട് ഒന്നു ചേരുവാൻ, ആത്മീയ തലത്തിലേക്ക് വളരാൻ സാധിക്കാത്ത ലോകത്തിന് അവരും ഒരു മരുഭൂമി തന്നെയാണ്. ഇതെല്ലാം മനസ്സിലാക്കി തന്നെയാണ് വാൾത്തോർത്ത തൻ്റെ ആ ദർശനത്തെക്കുറിച്ചുള്ള ആ സംഭവത്തിൻ്റെ വിവരണത്തിൽ അവസാനം പറയുന്നത്, നമ്മൾക്ക് വേണ്ടി പരിശുദ്ധ കന്യാമറിയത്തിൻ്റെയും ഈശോയുടെയും ബലിജീവിതത്തിൻ്റെ അത് മനസ്സിലാക്കാതെ, അതിന് നന്ദി പറയാതെയുള്ള നമ്മൾക്ക് വേണ്ടിയുള്ള ആ ബലി അർപ്പണം, അതിനെക്കുറിച്ചാണ് വാൾത്തോർത്ത പറഞ്ഞു നിർത്തുന്നത്. ഈശോ പറയുന്നു, ഓരോ പ്രാർത്ഥനയും എന്നിൽ കൂടി. കാരണം മാണിപ്പഴുതുള്ള ആ കൈകൾ പിതാവിലേക്ക് ഉയർത്തി നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞാൻ സമർപ്പിക്കുമ്പോൾ അത് സ്വീകാര്യമായി മാറുന്നു. ഈശോയിൽ കൂടി, ഈശോയെ മധ്യസ്ഥനാക്കി ഈ ലോകത്തിൻ്റെ എല്ലാ ദൗത്യങ്ങളും പൂർത്തീകരിക്കുവാൻ, അതിന് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ കണ്ണുനീര് പോലെ നമ്മുടെ ചെറിയ കണ്ണുനീർ തുള്ളികളും അതിന് സഹായകമാകും. അങ്ങനെ നമ്മുടെ ജീവിതവും ബലിജീവിതമായിട്ട് മാറുമ്പോൾ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട ജീവിതമായിട്ട് മാറുന്നു. പിതാവായ ദൈവത്തിൻ്റെ ദൗത്യം പൂർത്തീകരണമായി മാറുന്നു. ഇതിനെല്ലാം ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേർതിട്ട് നിൽക്കുന്ന ഒരു ജീവിതം നമുക്കുമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.